ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡിൽ പ്രസവത്തിന് ശേഷം പ്രസവ രക്ഷാ കേന്ദ്രങ്ങളിൽ പ്രസവിച്ച അമ്മ കുറച്ചു കാലം താമസിക്കുന്നു, അവർക്ക് കെയർ എടുക്കുന്നു. ഇതിന് സത്യം പറഞ്ഞാൽ ആവശ്യമുണ്ടോ? പ്രസവ രക്ഷ അല്ലേ, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ സമ്പ്രദായം തുടങ്ങിയതിൻ്റെ ആവശ്യകത ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പണ്ട് കാലത്ത് സ്ത്രീകൾ എന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-11 കുട്ടികളുണ്ടാവും. ഒരു കുട്ടി പ്രസവിക്കാൻ ഒരു അമ്മ എടുക്കുന്ന അമ്മേൻ്റെ ഉണ്ടാവുന്ന ഒരു ബോഡിയിലെ ചേഞ്ചസ് ഭയങ്കരമാണ്. അത് കഴിഞ്ഞ് അവർക്ക് ആ ഒരു മാസം മാത്രമേ റെസ്റ്റ് ഉള്ളൂ. ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് പ്ലസ് കുട്ടിക്ക് മുലയൂട്ടണം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ജോലികളും ഈ അമ്മയാണ് ചെയ്യുന്നത്. മിക്കവാറും കേസുകളിൽ ഒരു വർഷത്തിന് മുന്നേ തന്നെ അടുത്ത പ്രസവം ഉണ്ടാവും. അങ്ങനെ കുറേ പ്രസവങ്ങളുണ്ടാവും. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ വ്യത്യാസമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വ്യത്യാസമാണ്, നമ്മുടെ ജീവിത രീതി വ്യത്യാസമാണ്. അപ്പം പ്രസവ രക്ഷ എത്രത്തോളം നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട ടൈമും അതിക്രമിച്ചു. അതിലൊന്ന് നമ്മളിപ്പോൾ കുഴമ്പിട്ട് തേച്ച് കുളിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചൂടുവെള്ളത്തിൽ ഈ കോഴീനെ മുക്കിപ്പൊരിക്കുന്ന മാതിരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇളം ചൂടുവെള്ളത്തിൽ കുഴമ്പിട്ട് കുളിക്കുന്നതിൽ കുഴപ്പമില്ല. നമ്മളെ മസിലുകളൊക്കെ റിലാക്സ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ കഷായങ്ങൾ പലപ്പോഴും ഇപ്പം നമ്മൾ കഷായമൊക്കെ അമ്മമാർ കുടിക്കുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതൊക്കെ മുലപ്പാലിലൂടെ കുട്ടിക്ക് ലഭിക്കും. പലപ്പോഴും കുട്ടികൾ നിർത്താതെയുള്ള കരച്ചിൽ, വയറ് ബ്ലോട്ടിങ്, അതായത് വയറ് വീർത്ത് വന്നിട്ട് അല്ലെങ്കിൽ വയറ്റിളക്കം, ഇങ്ങനത്തെ പല പ്രോബ്ലംസുമായിട്ട് കുട്ടികൾ പീഡിയാട്രിഷനെ കാണിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കഷായത്തിൽ നിങ്ങൾക്ക് എന്താണ് അതൊക്കെ ശരിക്കുള്ള വേരാണോ എന്താണ് എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പ്ലസ് ഹെവി മെറ്റൽസിന്റെ അംശവും പലപ്പോഴും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും കുട്ടികൾക്ക് നല്ലതല്ല. നമുക്ക് വൈറ്റമിൻ ഡി വേണം, അവർ ഹാപ്പി ആയിരിക്കണം. ഒരു ഹാപ്പിയായ മദറിന് കൃത്യമായി പാലുണ്ടാവും. ഒരു ഹാപ്പിയായ മദർ ഉണ്ടായാൽ ഹാപ്പിയായ ഒരു വാവയുണ്ടാവും, ഹെൽത്തിയുമായിരിക്കും. ആദ്യം അതാണ് പോസിറ്റീവ് അപ്രോച്ച്. ഒരാളെ ഉപദ്രവിക്കാതെ നെഗറ്റീവ് തോട്ട്സ് എവിടെയും ഇല്ലാതെ കീപ് ദ മദർ ഹാപ്പി, ദ ബേബി കൂടെ തന്നെ ഹാപ്പി ആയിക്കോളും.